2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. മൂലങ്കുഴി മാലിക് വൈദ്യർ റോഡ് ടൈൽ വിരിച്ചു മനോഹരമാക്കി. ചടങ്ങിൽ മോണിക്ക ഡ്യൂറം സ്വാഗതം പറഞ്ഞു. കൗൺസിലർ റെഡീന ആന്റണി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എന്തായാലും വലിയ പ്രതിസന്ധി കൂടിയും നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഇത് പൂർത്തീകരിച്ചു. ഒറ്റ കാര്യം എനിക്ക് ഇവിടുത്തെ പ്രദേശവാസികളോട് പറയാനുള്ളൂ, നമ്മളിന്ന് ഈ കാലഘട്ടത്തിൽ മാലിന്യമുക്തം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ വഴികളും എല്ലാ റോഡുകളും നമ്മളിപ്പോൾ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിനെ ഇന്ന് നവകേരള മാലിന്യമുക്തം എന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്നതായിരുന്നു. അതിന്ന് പ്രഖ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെടികൾ വെച്ച് അലങ്കരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളോട് ഒറ്റ അഡ്വൈസേ ഉള്ളൂ, നമ്മളുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങളെ വീടിൻ്റെ അകത്ത് തന്നെ ഇത്തരത്തിൽ വിസർജനം ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ വീട്ടിലെ മൃഗങ്ങളെ വളർത്താനുള്ള ഉത്തരവുള്ളൂ. അത് അറിയാത്തതുകൊണ്ടാണ്. ദയച്ചായി അത് ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീട്ടിൽ വളർത്തു മൃഗങ്ങളുടെ വിസർജനം പോകാനുള്ള സംവിധാനം വീടിൻ്റെ അകത്ത് തന്നെ സോഫറ്റ് കെട്ടി അത് കളയാനുള്ളൊരു സംവിധാനം ഒരുക്കണം. ഞാനിങ്ങോട്ട് വരുമ്പോൾ അവിടെ ആ ഭാഗം മുഴുവൻ വൃത്തികേടായിരുന്നു. അതിപ്പം വീണ്ടും നമ്മുടെ പണിക്കാർ രണ്ടാമത് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇനി അങ്ങനെ ഉണ്ടാവാൻ നിങ്ങൾ റെസിഡൻസ് ശ്രദ്ധിക്കണം, ഉണ്ടാവാതിരിക്കാൻ. അതിന് എല്ലാവിധ പിന്തുണയും കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് കൗൺസിലറായ ഞങ്ങളും ഒപ്പം തൊഴിലാളികളും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും, പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി E.A. ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് സമ്പത്ത് മാനുവൽ, ഫ്രാങ്കോ, ADS ഭാരവാഹി ഷെയ്നി, ആശാവർക്കർ ബിന്ദു എന്നിവർ സംസാരിച്ചു. വഴികളിൽ അലങ്കാര ചെടികൾ വെച്ച് മനോഹരമാക്കി. ഫ്രാങ്കോയുടെ ഇടപെടലുകൾ കൗൺസിലർ പ്രത്യേകം അഭിനന്ദിച്ചു. വളരെ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു അവസ്ഥ വർഷങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് കണ്ട് ഞാൻ ഇതിനെ കൂടി നടക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇതൊരു വളരെ പരിതാപകരമായ സ്ഥിതിയിൽ കിടക്കുമ്പോഴും പല റോഡുകൾ വളരെ നന്നായിട്ട് കിടക്കുമ്പോഴും നമുക്ക് ഭയങ്കര മനസ്സിനൊരു വിഷമമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് തൊട്ട് റെഡീനെ എന്താ പറയുക കിടത്തി പറപ്പിച്ചിട്ടുള്ള പോലെ എപ്പോഴും ഈ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. സാധിക്കുമ്പോഴൊക്കെ MLAയോടും പറഞ്ഞിരുന്നു. ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ, യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും പ്രത്യേകം പരിശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് റെഡീന വളരെ എന്താ പറയുക ഒരു വിപ്ലവാത്മകമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് എൻ്റെ ഫണ്ടിൽ നിന്നാണെങ്കിലും ഞാനത് പൂർത്തീകരിക്കുമെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്ത്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.